ഹരി നാരായണ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നേരത്തെ പറഞ്ഞല്ലോ, അകക ബഹുളഹിംസഞ്ചിതട്ടൈ കുടുംബം പ്രതിദിന മനോജ്ഞൻ ശ്രീജിരോബാലനാടി വിശതി വിഗതക്രോയാതനം മയ്യ ഭക്ത കപിലതനുരിത്വം ദേവഭൂതേനെ ഗാദി. നല്ലൊരു ചിത്രമാണ്. അത്ര കുറച്ച് വരിയിൽ ഒതുക്കിയത്. ഭാഗവതം 29-ാമത്തെ അധ്യായം മുഴുവൻ ഈ ശ്ലോകത്തിലാണ് ഒതുക്കിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇവനൊക്കെ പോയി വയസ്സായിട്ട് നീ പോണം. വയസ്സാവുമ്പോൾ ആദ്യം പരിധി ചുരുങ്ങുക അത്ര ചെയ്യാം. എന്താ പരിധി ചുരുങ്ങല്? നമ്മൾ തന്നെ ഇപ്പം എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? കുഴപ്പമൊന്നുമില്ല, തൊടിയിൽ പോയി പട്ടയും പാളയൊക്കെ പറക്കിക്കൊണ്ടിരും, അതിന് പറ്റും. കുറെ കഴിഞ്ഞ് ചോദിച്ചാൽ അത്ര അറിയാം. എന്താ ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പൊ പിടിച്ചിരിക്കാൻ ഒരാൾ വേണം പ്രാരബ്ധമായി മാറി. അങ്ങനെ ഒരു ചിത്രം അതാ ഭാഗവതം വർണ്ണിക്കുക. അച്ചുഷാരുടെ അടക്കം ഒരു ശ്ലോകം കൊണ്ട് ഒരു കരച്ചിലുണ്ട് അദ്ദേഹത്തിൻ്റെ. ഉണ്ട്. അവസാന സമയത്ത് മരണം അങ്ങനെ മുന്നിൽ കാണുമ്പോ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമുണ്ട്. വിശ്വനാഥാന്ന് വിളിച്ചിട്ടാണ്. എന്തിന്? ഒന്നും പടം വരെ വരിക. എന്റെ ചെവിയില് അങ്ങ് താരകാമന്ത്രം ജപിച്ചിട്ട് എന്നെ ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. എന്താ മരണം ഇങ്ങനെ കണ്ട് ശരീരം മുഴുവൻ തൂടികുട്ടി കിടക്കുന്ന വേദന. പ്രാണൻ എപ്പോഴാ പോവാ നിശ്ചയില്ല. നല്ലതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. ഒരു രത്നാമം ജപിക്കാൻ നമ്മൾ ഈ ഓറഞ്ച് വാങ്ങി കൊണ്ടുപോകും മരിക്കാൻ കിടക്കുന്ന ആളെ കാണാൻ. മരിക്കാൻ കിടക്കുന്ന ആൾക്ക് നിങ്ങൾ ഓറഞ്ചൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റിച്ച് അവിടെ പോയി ഒരു രത്നാമം ജപിക്കും. അതിന് പകരം ഇതൊക്കെയാണ് നല്ല. ഇന്നിപ്പോ പലരും അതിന് വെള്ളം ഇറങ്ങാതെ എത്ര കിടക്കണം. അങ്ങനെയുള്ള കിടപ്പിൻ്റെ ഒരു ചിത്രം വർണ്ണിക്കലുണ്ട്. ആ തുഷാരൊരു നല്ലൊരു ശ്ലോകം. ശ്വാസനൈ ചമ്പതി ആഗത്യ സ്വയമേവ നരുണയാ കാത്യാഗ്നി കാമുക കർണേ വർണ്ണയദാത്മവർണ്ണവഭയാ ദുസ്താരകം താരകം. അതിൽ താരകം എന്നുള്ളത് മെഹപ്പത്തൂരാണ് പൂരിപ്പിച്ചതെന്നോ പറയാം. അദ്ദേഹം പ്രാർത്ഥിക്കാണ്ട് കയറുമ്പോഴേക്കും അച്ചുഷാരുടെ പ്രാണനങ്ങ് പോവാണ്. അവസാനം ചെല്ലിയ ശ്ലോകമാണ്. അതായത് മരിക്കാൻ ഇങ്ങനെ കിടക്കുമ്പോ കഫങ്ങനെ കണ്ഠേ, ഭാഗവത്തിൽ പറയാ കണ്ഠേ കുരകുരായട്ടെ. ഈ കഫമൊക്കെ അവിടെ കൂടി മുഴുകി കയറി. പണ്ട് അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. മരിക്കാൻ കിടക്കുമ്പോൾ അടുത്ത് പോയി ഇന്ന് ശ്വാസം ഉണ്ട്. എന്തിനാ അറിയോ? അവസാനത്തെ 3 പ്രാണൻ നിലത്ത് കിടന്ന് പോണമെന്ന പ്രമാണം. അപ്പൊ നിലത്തിറക്കുക. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൂടെ പോയി ഒരാളെ 4 വട്ടം നിലത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് തന്നെ കയറ്റി കിടന്ന് മൂപ്പര് പോകണ്ടേ. ഈ ശ്വാസം എണ്ണുമ്പോ പിഴക്കുകയാണേ. അതുകൊണ്ടായി അബദ്ധം പറ്റുക. മറ്റൊരു ഈ ശ്വാസം വലിച്ച് കിടക്കുകയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അത് മഹാൻ കറേ ഊർദ്ധൻ കറേ ഊർദ്ധന്റെ 3 നിലത്ത് കിടന്ന് പോണമെന്നാ പറയും. പരീക്ഷത്തിനുള്ളതാ. കട്ടിലുമ്പ് കയറി കിടന്ന് മരിച്ചാൽ മോക്ഷം കിട്ടില്ല. ഇപ്പൊന്നും കിട്ടില്ല ആർക്കും. എന്താ ചൊക്കെ ആശുപത്രിയിലധികവും അല്ലേ? വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കല്യാണം മണ്ഡപത്തില് അല്ലേ, ജനനം ആശുപത്രിയില്, മരണം ആശുപത്രിയില്,
മരിച്ചു കഴിഞ്ഞാൽ നരകത്തില്. അത് ഉറപ്പാ. എന്താ എങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാവുകൊണ്ട്. ഇപ്പൊ എന്തായാലും ഇവിടെ ആ ഒരു ചിത്രം തലപ്പ് പൊട്ടു. ഓരോ നോക്കും. ആ തലപ്പേട് കിട്ടിയ ബാക്കിയൊക്കെ ഇങ്ങനെ കിട്ടിക്കോളും. രണ്ടാമത്തെ ഒരു ഈ ആഗത്യ സ്വയമേവ കരുണയാ വിശ്വനാഥ ഒന്ന് വരണേ എന്റെ ചെവിയില് ആ താരകമന്ത്രം. അതാണ് അവതാര. എന്താണ്? എങ്ങനെയെങ്കിലും ഒന്ന് ജപിച്ചിട്ട സ്വയമേവ കരുണയാ കാത്യായനീ കാമുക കർമ്മേ വർണ്ണയഥാർത്ഥവർണ്ണവഭയാൽ ഉത്താരകം എന്ന് പറയുമ്പോഴേക്കും ഒരു കുഴിപ്പിച്ചു. എന്തായാലും അങ്ങനെ മരണസമയത്തെ ചിത്രം ഭഗവത്തിൽ കുറച്ചധികം വർണ്ണിക്കും. അങ്ങനെ കിടക്കുമ്പോഴേ ഓരോരുത്തർ വരുമ്പോഴാവും ഓരോരുത്തരെയും ചിലർ പറയും ഒക്കെ ഒരുക്കി വെച്ചോളിട്ടോ. ചില ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അപ്പോഴേക്കും വേറെ ചിലര് നിങ്ങൾ പണിക്കരെ ഒന്ന് കണ്ടു മൂപ്പര പറഞ്ഞാളാ നാളെ അത് കഴിയണമെന്നാ. ഇത് കേൾക്കി കിടക്കണ ആളെ എത്ര ചെവിയില്ലിട്ടാലും അപ്പം ഇതൊക്കെ കേൾക്കട്ടെ. ഉള്ളിൽ ആ ബോധം ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ അപ്പോഴൊക്കെ എന്താ ഇപ്പൊ തീരുമാനിച്ചിരിക്കണ ഒക്കെ വാരുടെ ഫോൺ അവിടെ പാമ്പാടിയിൽ ഒരു വാരനുണ്ട്. അപ്പൊ ഞാനിതാ പറയുന്നത് വാരുടെ ഫോൺ നമ്പറുണ്ട്. ഫോൺ ചെയ്താൽ അപ്പൊ വരുന്ന അവിടെ വെച്ചിട്ട് വണ്ടി അവിടെ വെച്ചിട്ടാ അവിടെ ദഹിപ്പിക്കത് അപ്പത്. ഇതൊക്കെ കേട്ടിട്ടല്ല മരിക്കുന്ന ആൾക്കോട്ടെ പെട്ടെന്നൊരു ഊക്ക് കിട്ടിയാണ്ടല്ലോ അവിടെ ഒരു അടി നടക്കും. എന്താ ഈ പറഞ്ഞവരൊക്കെ ഇതൊക്കെ കേട്ടുകൊണ്ട് അയാൾ കിടക്കണത്. എപ്പോഴൊക്കെ ചില മക്കൾ വരും, അമ്മേ ഇങ്ങനെ എപ്പോഴും ഒന്നും വേറെ അറിയിക്കണ്ട കേട്ടോ, എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് മതി. ഇപ്പൊ ഞാനിങ്ങനെ എനിക്കിപ്പോ നാളെ അവളെ അവിടെ അടുത്തേക്കാണ് കുട്ടികളും. അപ്പൊ ഞാൻ നാളെ പോവുകയാണ്. അമ്മ എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് എന്താ അറിഞ്ഞിട്ട് പറഞ്ഞ അപ്പോഴത്തേക്ക് കിടക്കണ ആളൊക്കെ ബനയൊക്കെ അല്ലേ ഞാൻ മടിയിൽ വെച്ച് നോക്കിയത്. അപ്പോഴേക്കും വേറെ ചില സാധനങ്ങളെ കട്ടിലിന്റെ നാലുമുറമൊക്കെ പരിഞ്ഞം. അമ്മേ അച്ഛന്റെ കയ്യിൽ 3 മോതിരം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഒന്നേ കാണും. മോതിരത്തുമ്പില മൂപ്പര കണ്ണു. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കണതിന്റെ മുമ്പൊക്കെ ഇതൊക്കെ ഊരി വെക്കുക നല്ലത് കേട്ടോ. ഇതൊക്കെ ഇട്ട് കടന്നാൽ ഇത് പൊട്ടിക്കാനും മടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും ഉണ്ടാവില്ല ഇങ്ങനെ 4 പുറമൊക്കെ നോക്കി മരണസമയം ഇങ്ങനെ അടുക്കുകയും പേടിപ്പിക്കുന്ന സർവ്വ വർത്തമാനം ഓരോരുത്തർ പറയുണ്ടാവും. ഒരു പുതിയ കലമൊക്കെ വാങ്ങി വെച്ചോളിട്ടോ. കഴിഞ്ഞ ഇയാളോ മുറപ്രായനായി ഒന്നും മിണ്ടാൻ വയ്യ, എന്നാലോ മരണഭയം ധാരാളം. എന്നിട്ട് ഭാഗവതത്തിന്റെ ആ ചിത്രം ഉണ്ടല്ലോ അത് വർണ്ണിച്ചാൽ ശരിക്ക് നമുക്കൊക്കെ ഒന്ന് പേടിയാവും. എന്താണില്ല യമദൂതന്മാരിങ്ങനെ ഇറങ്ങി വരികയും അവരിങ്ങനെ കണ്ടാൽ എന്താ ആ ചെവിയൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ശരീരം മുഴുവൻ രോമായ ആളെ പേടിപ്പിക്കുന്ന സാധനങ്ങളാ കുത്തിന്റെ പുറത്ത് കയറുമായിട്ട് ഇങ്ങോട്ട് വന്ന് ശരീരത്തിന് ജീവനെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഈ ശരീരം വിടാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അതാണ് ആ ശരീരം മുഴുവൻ സൂചി കുത്തി തുറക്കുന്ന വേദനയോത്രയ പ്രാണൻ ഓരോരോ ഭാഗത്തു നിന്നും ഇങ്ങനെ പോകുമ്പോ ഒരാൾ കൊണ്ടുപോകാൻ തുടങ്ങിയാലോ എന്തായി യമദൂതന്മാർ കൊണ്ടുപോവുക? ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും വാസന, അതാണ് മനസ്സ്. ഈ മനസ്സും പ്രാണനും കൂടിയിട്ടാണ് അവർ കൊണ്ടുപോവുക. യാതനാ ശരീരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണേണ്ട ആ ശരീരം, ആ ശരീരത്തിലേക്കാണ് ഈ ജീവനെ കടത്തുക. ജീവൻ അതിലേക്കാണ്ട് കിടക്കുമ്പോൾ ഇതൊന്നും വിടാൻ നല്ല പേടി. അപ്പോഴേക്കും മറ്റുള്ളവരൊക്കെ കരയാൻ തുടങ്ങും, ഭാര്യയും മക്കളും ബന്ധുക്കളും ഒക്കെ. അതൊക്കെ കാണുമ്പോൾ ഇതിലേക്ക് തന്നെ കിടക്കണം എന്നുള്ള വാസന. യമദൂതന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അവരുടെ ഇടിയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ടാണ് മരണം കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു ദർശനത്തിന് വെക്കലുണ്ട് അല്ലേ? ശരിക്കത് പാടില്ല എന്ന ആത്മീയ പ്രകാരം. എന്താ പൊതുദർശനം? ഈ പൊതുവൊക്കെ എന്താ വേണ്ടി പറയും? ഇത് കണ്ട് പ്രദക്ഷിണം വെച്ചില്ലാത്തതൊക്കെ അഭിനയിച്ചു പോവുക. ഞാൻ കണ്ടതാണ് നമ്മുടെ ഒരാളെ കുറച്ച് കേമനാമോ നല്ലൊരു കഥാകൃത്തൊക്കെ ആയിരുന്നു. മരണം കഴിഞ്ഞ് അങ്ങനെ കിടത്തിയപ്പോൾ ചില രാഷ്ട്രീയക്കാരൊക്കെ പടി കടന്ന് വരുന്നുണ്ട്. പടി വരെ ഇവര് തമാശയും ചിത്രവും വർത്തമാനവും പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇങ്ങനെ ഒരു അഭിനയക്കാരെ കണ്ടിട്ടില്ല കേട്ടോ.
പിന്നെ ആ മുഖത്തിൻ്റെ ഒരു ഭാവമൊക്കെ ഒന്നാണ് മാറി, ഒരു പ്രദക്ഷിണമൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവമാതിരി മാറ്റി പറഞ്ഞു പോകും. അപ്പൊ എപ്പോഴും എന്താ അറിയോ, അങ്ങനെ ദർശനത്തിന് വെക്കാതിരിക്കുക ഭേദം. എന്താ കാരണം, ഈ ശരീരം കിടക്കുവോളം ജീവൻ ഇവിടുന്ന് പോവാൻ തോന്നില്ല. അപ്പൊ യമദൂതന്മാരെന്ത് ചെയ്യറിയോ, അടിച്ചും കിടന്നു ഓടിക്കും. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് മരണം കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കലൊന്നുമില്ല ആരും. എത്രയും വേഗം ദഹിപ്പിക്കാനാണ് നോക്കുക. ഈ ശരീരം കിടക്കുന്നിടത്തോളം കാലം ആ ജീവൻ ഇവിടുന്ന് പോകാൻ തോന്നും. തൻ്റെ ശരീരമായി കിടക്കണതേ, അതിലേക്ക് കിടക്കണം എന്നുള്ള വാസനയായി. പക്ഷേ യമദൂതന്മാർ സമ്മതിക്കില്ല. അടിച്ച് പിടിച്ച് ഓടിച്ചിട്ട് അവിടം വരെ എത്താനുള്ള സമയമാണ് പേല ആശൗരം. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഓരോരുത്തർക്ക് ഇന്ന മാതിരി എന്നൊക്കെ പറയാൻ കാരണം. ചിലർക്ക് 12 ദിവസം, ചിലർക്ക് 10 ദിവസം, ചിലർക്ക് 15 ദിവസം, ചിലർക്ക് 1 മാസം. പഴയ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ എല്ലാം കൂടി കുറച്ചിലേ വരുള്ളൂ അല്ലേ. എന്തിനാ പെല തന്നെ അറിയില്ല. പെല അവിടെ എത്താനുള്ള ദൂരം അത് നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചിരിക്കുക. മനസ്സ് എത്രത്തോളം സംസ്കാരം എന്ന് പറഞ്ഞാൽ പാൻറ്റും സൂട്ടും 4 ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ടൊന്നും സംസ്കാരം കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെയാ വിചാരം. ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഗുണങ്ങൾ മനസ്സിലുണ്ടാവണം. ആ നല്ല ഗുണങ്ങളുള്ള, അതുകൊണ്ടാണ് ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനം ധാരാളം സമ്പാദിച്ച ആളാണ്. അയാൾക്ക് അത്ര വേണ്ട. അതുകൊണ്ടാണ് പണ്ട് 10 ദിവസം, 15-ാമത്തെ ദിവസം, 12-ാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും ഒരു സ്ഥാനം പഴയ കാലത്ത് വെച്ചത് അവരുടെ ആ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ്. അപ്പം ആ സമയത്ത് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നാ പറയാ. അതിലൊന്നും വലിയ താല്പര്യമില്ല ആർക്കും. ശരിക്കും ആ കിട്ടണ വെള്ളം അവിടെ കിട്ടത്ര. ഈ പോണ വഴിക്ക് ജീവൻ ഈ ശരീരം ഇല്ലാത്തതുകൊണ്ട് ദാഹം വിഷ്ണുവൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് വെള്ളം ചോദിച്ചാൽ ഇടിയാണ് മധുരന്മാർ കൊടുക്കുക, അവരുടെ പാപങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഈ സങ്കല്പത്തിലെ വെള്ളം അവർക്കൊരു തുണയാവും. ഭാഗവതം എന്താ പറയാറിയോ, നമ്മൾ ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ യമദൂതന്മാർക്കൊരു പേടിയുണ്ടാവില്ല. ഇയാളുടെ മക്കളും വേണ്ടവരും ഒക്കെ കുറച്ച് തപസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ട് 15 ആ പെലുള്ള സമയത്ത് വല്ല ഇളനീരോ അവിലോ മാത്രമായിട്ടാണ്, ഉപ്പും കൂടി കൂട്ടാതെ കഴിക്കുക. എന്തിനത്? ഇയാൾക്കൊരു സമാധാനത്തിനാണ്. അപ്പൊ യമദൂതന്മാർ കുറച്ച് പണിഷ്മെന്റ് കുറച്ചിത്ര പോകുമ്പോഴേ നമ്മളിവിടെ അങ്ങനത്തെ വ്രതമൊക്കെ അനുഷ്ഠിച്ചാൽ നമുക്ക് അതിനൊക്കെ എവിടെ സമയം, ലീവ് എടുക്കണ്ടേ? സൂക്കടി പിടിച്ചാൽ ലീവ് എടുക്കില്ലേ നിങ്ങൾ? അതോ ഓഫീസിൽ പോയിരിക്കുന്നുണ്ടോ? അതാണ് ശരീരം പണയം വെച്ച് കാറ്റുണ്ടാക്കണവരാന്ന് പറയുന്നത്. ഒക്കെ അങ്ങനെയാണ് അധികം ആൾക്കാർ. അവനവൻ്റെ ഡ്യൂട്ടിയോ നിയമോ ഒന്നും ബാധകല്ല. ലീവ് എടുക്കണ്ടേന്നും പറഞ്ഞ് 12-ാമത്തെ ദിവസം പട്ടണാട്ടും വലിയും കൂടി ഒന്നായിട്ടാണ് കഴിക്കാം. നിങ്ങൾക്ക് ഒരാഴ്ചത്തെ റേഷൻ ഒന്നായിട്ട് അടുത്ത തിങ്കളാഴ്ച തരാറ്റോ എന്നും പറഞ്ഞാൽ തന്നാൽ എങ്ങനെയുണ്ടാവും? എന്നാ അതൊക്കെ പഴയ കാലത്ത് എന്തുകൊണ്ട് പറഞ്ഞതറിയോ? ഈ തിരക്കുള്ള അതിൻ്റെ എക്സംഷൻ പറഞ്ഞതാണ്. അതല്ലാതെ എന്നും അനുഷ്ഠിക്കാനല്ല. ശരിക്കും അച്ഛനോ അമ്മയൊക്കെ മരിച്ചു പോയാൽ ഒരു 10-12 ദിവസമെങ്കിലും അവർക്ക് വേണ്ടി കുറച്ച് നാമം ജപിക്കുകയെ അതുപോലെ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യേ, ഒരു തുള്ളി വെള്ളമെങ്കിലും ആ കുളിക്കുന്ന സമയത്ത് അതിനാ ഊക്കുക എന്നൊക്കെ പറയാ. പിരുക്കൊക്കെ അത് കിട്ടും. അതൊക്കെ ചെയ്യണം. ചെയ്യാതിരുന്നപ്പോൾ അത് വലിയ എന്നാലും എന്ത് കാര്യം. മരിക്കോളം ഞാൻ നല്ലോണം നോക്കിയിരിക്കണു. മരിച്ചോളം മാത്രം നോക്കിയ പോരാ, മരിച്ചു കഴിഞ്ഞാലും നോക്കിക്കൊള്ളണം. കാരണം എന്താ അറിയോ, ആ ശരീരം അവിടെ പോയിട്ട്, ജീവൻ അവിടെ പോയിട്ട് വേറൊരു ശരീരം കിട്ടുവോളം നമ്മൾ ഈ ചെയ്യണ കർമ്മം. അതുകൊണ്ടാണ് പണ്ട് ഇതിങ്ങനെ ആവർത്തനമായിട്ട് വരും. എന്നാൽ എന്നോട് ഒരാൾ സംശയം ചോദിച്ചു, നമ്മൾ മോട്ടൊക്കെ കൊടുത്താൽ പിന്നെ എന്തിനാ പുതിയ ചെയ്യണത്? അപ്പം ഞാൻ, ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇന്നലെ ഊണ് കഴിച്ചിട്ട് ഇന്നാരും ഊണ് കഴിക്കില്ലേ? അതന്നലെ കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് വിശപ്പൊക്കെ മാറിയെന്ന് പറയുന്നുണ്ട്, പിന്നെയും വിശപ്പുണ്ടാവുന്നു. അതേമാതിരി തന്നെയാണ് പിതുക്കളുടെയും കാര്യം.
കാരണം ഏതെങ്കിലും അമ്മ ഗതിയില്ലാണ്ട് നടക്കണുണ്ടാവും, മോക്ഷം പ്രാപിക്കാതെ നടക്കണുണ്ടാവും. ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഏത് ശരീരത്തിലാ പാതി ഇവൻ തന്നെ. അപ്പം അവർക്ക് ആ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് 2-3 കാര്യത്തിലും ആവാം ആ കർമ്മങ്ങളൊക്കെ ചെയ്തോളണം. ആയുർവേദം ശരിയാണിച്ചാൽ ഗരുഡ പുരാണവും പ്രേതകൽപ്പവും ഒക്കെ ശരിയാണ്. കാരണം രണ്ടും ഒരേ കൂട്ടിൽ എഴുതിണ്ടാക്കില്ല ഋഷിമാര്. ഇന്നിപ്പോൾ നമുക്കതൊക്കെ ആയുർവേദത്തിൽ ഇപ്പോൾ പിന്നെ ഒരു ലാബറട്ടറി ഇല്ലാതെ ഈ കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ ഇപ്പം കൂടുതൽ ഇപ്പം മിഞ്ഞാന്ന് പേപ്പറിലുണ്ടായിരുന്നു ക്യാൻസർ അടക്കം വരാതിരിക്കാൻ ഒരു ഭാഗം എന്താന്നാ പറഞ്ഞത്? നിർഭാഗ്യം. എത്ര ഭംഗിയായിട്ട് ജീവിച്ചാലും നിർഭാഗ്യം എന്താ വെച്ചാൽ നിങ്ങളെ ക്യാൻസർ പിടികൂടുന്നു. അപ്പം അതില്ലാണ്ട് ആവണച്ചാൽ എന്താ വേണ്ടത്? നേരത്തെ തന്നെ ഭഗവാനെ ഭരിച്ചോളാൻ. ഞാൻ പേപ്പറിലുണ്ട് കുറേ കാലമായിട്ട് ഗവേഷണം നടത്തിയിട്ട് ക്യാൻസറിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ 50% മറ്റ് ദോഷങ്ങൾ, 50% നിർഭാഗ്യം. അതിന് അതൃഷ്ടം എന്നാണ് ഭാഗവതമൊക്കെ പറയാം. ഈശ്വര വിധി അത് നേരെ അവിടെച്ചാൽ ആറ്റുണ്ടാ വേണ്ട ആ ഈശ്വരൻ്റെ നാമം ജപിക്കുക. ഇതൊക്കെ മരണം കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്ത് നല്ലൊരു ചിത്ര പിന്നെ പറഞ്ഞിരിക്കുക. എന്താ ഇവിടുന്നായിട്ട് പോയാൽ യമനൊരു വെബ്സൈറ്റ് ഉണ്ട്, ചിത്രഗുപ്തനെ. വേണമെന്നുള്ളവർ പോയി നോക്കിക്കോളിട്ടോ. ഈ മാമ്പന ഫോൺ ഉണ്ടല്ലോ ഇപ്പൊ, എന്താ സ്മാർട്ടോ, അതേമാതിരി വേണച്ചാൽ www അഗ്രസന്ധാനിക്കോ യമന്റെ വെബ്സൈറ്റാ. എന്താ കാരണം? അഗ്രസന്ധാനി എന്ന് പറഞ്ഞാൽ ചിത്രഗുപ്തന്റെ ഈ പുസ്തകം എല്ലാവരുടെയും ഫയൽ അവിടെയുണ്ട്. അവർ ചെയ്യണം ഓരോ നിമിഷത്തിലെ പ്രവൃത്തി. മൂപ്പരുടെ വെബാത്ര വലിയ വെബ്. കാരണം നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും അതൊക്കെ അവിടെ പോയി പെടുന്ന അത് നോക്കിയിട്ടാണ് ഇവിടുന്നാണ്ട് കൊണ്ടുപോയാൽ അവിടെ വെച്ചിട്ട് ശിക്ഷ വിധിക്കുക. സാക്ഷി ആരറിയോ? ചന്ദ്രൻ, സൂര്യൻ, ജലം, അഗ്നി. കള്ളസാക്ഷി പറയില്ല, കൂറുമാറില്ല. ഓരോ തെറ്റും ചൂണ്ടിക്കാണിക്കും ചിത്രഗുപ്തൻ. നിഷേധിക്കാൻ പറ്റില്ല. എന്നാൽ തന്നെ പണിഷ്മെന്റും ഉണ്ട്. പിന്നെ നരകം. ഈ നരകശിക്ഷ അനുഭവിച്ച് ആ സമയത്തൊക്കെയാണ് നമ്മൾ ഈ ശ്രാദ്ധവും. കാരണം ഇവിടെ വിട്ടാൽ പിന്നെ സമയം ഇതുപോലെ ഇല്ല എന്നാ പറയുക. അതുകൊണ്ടാണ് എല്ലാ ശ്രാദ്ധവും നമ്മൾ അനുഷ്ഠിക്കണം. ഇന്നലെ ഇപ്പം എന്നോടൊരു സ്ത്രീ അവിടെ പറഞ്ഞു, മകൻ്റെ ജോലിയൊക്കെ പോയി എന്താ വേണ്ടതെന്ന് നിശ്ചയില്ല. അടുത്ത അമ്പലത്തിൽ ശാന്തികാരം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പിതുക്കളെ നല്ലോണം വിചാരിക്കും. നിങ്ങളൊന്നും എല്ലാ ദിവസവും ഒന്നും വേണ്ട, ഈ 2 ഉരുള ഉരുട്ടിയിട്ട് ആ തെക്കുഭാഗത്ത് കൊണ്ടുപോയി വെക്കി പിതുക്കളെ സങ്കല്പിച്ചിട്ട്. ആ സ്ത്രീ എന്താ പറഞ്ഞറിയോ? 2 മാസം അങ്ങനെ ചെയ്തു ഞാൻ. 3-ാമത്തെ മാസമാകുമ്പോഴൊക്കെ അവന് ജോലിയൊക്കെ കിട്ടി, കാര്യമൊക്കെ ശരിയായിട്ട് വന്നു. അപ്പൊ അതെന്താ കാരണം വെച്ചാൽ അത് നമ്മുടെ ആ വിശ്വാസവും ഭക്തി കാര്യം എല്ലാം കൂടി ഭംഗിയാവുമ്പോ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ അങ്ങനെയുള്ള ജീവൻ നരകത്തിലെ ചിട്ടകളൊക്കെ കഴിഞ്ഞാൽ 2ഉം തുല്യാവുമ്പോഴത്രേ ഒരു മനുഷ്യമ്മ കിട്ടും. അതായത് പുണ്യവും പാപവും തുല്യായിട്ട് നിൽക്കുമ്പോൾ വീണ്ടും ഒരു ജന്മം കിട്ടും. ആ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? ആദ്യം പിതൃലോകത്തുനിന്ന് ചന്ദ്രലോകം വരെയാണ് ഉയരും. ആ ചന്ദ്രലോകത്ത് പോയാൽ ചന്ദ്രലോകത്തിൽ നിന്ന് ആ ജീവൻ പിന്നെ മഴ, വെയിൽ, മഞ്ഞ് ഇതിൽ കൂടെ അച്ഛൻ കഴിക്കുന്ന ആഹാര സാധനത്തിലേക്ക് എത്തി. അമ്മയ്ക്ക് അത് 2ാമത്തെ പങ്കുള്ളൂ എന്നാ പറയാം. അച്ഛൻ്റെ രേതത്തിലാണ് അത്ര ജീവന്റെ കർമ്മഫലങ്ങളൊക്കെ അധികം ഉണ്ടാവുക, ജീൻസേ. അപ്പൊ അച്ഛൻ കഴിക്കുന്ന ആഹാരത്തിലെത്തി അച്ഛൻ്റെ രേതസ്സായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ചന്ദ്രനെ ഓഷധീശൻ എന്നൊരു പേര് പറയും. അമൃതസ്വരൂപനാണ് ചന്ദ്രൻ എന്ന് പറയാം. എന്താ കാരണം? നല്ലൊരു ഈ നിറപറയൊക്കെ നടക്കാൻ പറഞ്ഞില്ലേ, ആ നെല്ലൊക്കെ ശരിക്കും നോക്കിയാൽ ഒരു സോളാർ ബാറ്ററിയാണ്.
അതിൽ ചാർജ് ചെയ്യുന്ന ആളാരറിയോ? ചന്ദ്രൻ. അതുകൊണ്ടായി കൊയ്ത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കറ്റ കന്നിങ്ങോട് കൊണ്ടില്ല, കൊയ്തിട്ടതേ പാടത്തൊന്നിടും നിലാവ് കൊള്ളിക്കാൻ. നിലാവില അമൃതുണ്ടെന്നാ പറയാം. സൂര്യരശ്മിയെ പാകമായിട്ട് ഭൂമിയിലേക്ക് പാകമായി അയക്കുന്നത് ചന്ദ്രനാണ്. അതുകൊണ്ടാണ് വൃക്ഷങ്ങളൊക്കെ എപ്പോഴും രാത്രി വൃക്ഷങ്ങൾ എന്താ ഫോട്ടോസിന്തസിസോ. ശരിക്കും അതൊക്കെ പുരാണങ്ങളിലുള്ള കഥകളുടെ തത്വങ്ങൾ ആലോചിച്ചാൽ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഈ ചന്ദ്രലോകത്ത് നിന്ന് ജീവൻ പടക്കെത്തി, ജീവൻ പടക്കെത്തിയ അച്ഛനും അമ്മ കഴിക്കേണ്ട ആഹാരത്തിൽ അച്ഛൻ്റെ ആഹാരത്തിലെത്തി നമ്മുടെ ഗർഭത്തിലെത്തി. ഗർഭത്തിലെത്തിയിട്ട് അടുത്തൊരു ശ്ലോകം മുഴുവൻ, അടുത്തൊരധ്യായം മുഴുവനതാ ജന്തുവിന്റെ സ്തുതി. ഗർഭോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തും അവിടെ 2 പേജേ ഉള്ളൂ. എന്താ ഗർഭോപനിഷത്തിൽ പറയാ? ഗർഭപാത്രത്തിൽ കിടക്കുന്ന ജീവൻ ആദ്യം, അതൊക്കെ നല്ല ഇന്നത്തെ ഗൈനക്കോളജി സമ്മതിക്കും. ഞാനും ഒരു ഡോക്ടറും കൂടി ഒപ്പം കുറച്ച് യാത്ര ചെയ്യലുണ്ടായി. അയാൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഈ ഭാഗവതത്തിലെ അധ്യായത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ചിലർ പറയണു, ശരിയാണോ? അതായത് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടികളെ കലനം വേഗരാത്രേണ, ഒരു ദിവസം കൊണ്ട് അച്ഛൻ്റെ രേതസ്സും അമ്മയുടെ അണ്ടവും കൂടി ചേർന്ന അതിന് പറയുന്ന പേര് കലനം. പിന്നെ ദശാഹേനതു കർക്കന്ധു, 10 ദിവസം കഴിഞ്ഞാൽ ആ തെല്ലിങ്ങനെ വിഭജിച്ച് ഒരു മാംസക്കട്ടയായിട്ട് അത് മാറും. പേശ്യണ്ടം വാ തതപരം, ഒരു 10-20 ദിവസം ആകുമ്പോഴേക്കും അത് പേശികളുള്ള ഒരണ്ടായിട്ട് മാറി. 1 മാസം കഴിഞ്ഞാൽ മാസേനതു ശിര, മെല്ലെ ആ അണ്ടത്തില് മാംസപിണ്ഡം ഇങ്ങനെ റൗണ്ടായിട്ട് വരുമ്പോ അതിന്റെ അണ്ടത്തിൽ ഈ കാർട്ടൂൺ ചിത്രം വരയില്ലേ, ഒരു വരവട, അതുപോലെ കഴുത്തും തലയും ഉണ്ടാവുകയും. അതാണ് മാസേനതു ശിരോ ദാഭ്യ അംഗവിദ്യക. 2 മാസം ആവുമ്പോഴേക്കും കയ്യും കാലും ഒക്കെ മുളക്കി. ചുരുക്കം പറയാം, അങ്ങനെ ഓരോ മാസത്തെ വർണ്ണാൻ എത്ര ഭംഗിയായിട്ടറിയോ? ഞാൻ ബാംഗ്ലൂരിൽ ഒരു പ്രസ്ഥാനത്തിന് പോയപ്പോ ചിന്മയ മിഷനിൽ, അപ്പൊ അവരുടെ നേഴ്സിംഗ് കോളേജിലാണ് താമസം. കിടപ്പ് അവിടെയാണ്. അവിടെ 4 പുറം വെച്ചിരിക്കുന്നത് എന്താ അറിയോ? 2 മാസം പ്രായമായ കുട്ടിയുടെ ശരീരവും ഒക്കെ ഈ എന്തോ ഒരു ലൈനിലിട്ട് വെച്ചിരിക്കുക. കേടുവരെ അത് നേഴ്സിംഗ് പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ. 2 മാസത്തെ ഗർഭം, 3 മാസത്തെ എന്നൊക്കെ പറഞ്ഞിട്ട്. ചുരുക്കം തന്നെ ഈ പറയണതൊക്കെ സത്യം. ഭാഗവതത്തിൽ ഈ പറയുന്ന മാതിരിയുള്ള വർണ്ണയുണ്ടല്ലോ, അത് ഒരു 4 മാസം ആകുമ്പോഴേക്കും ശരീരത്തിൽ കട്ടി, ബുദ്ധി വരെയും കട്ടി ധാതുക്കളൊക്കെ പൂർണ്ണാവുകയും 6 മാസമായാൽ വിശപ്പും ദാഹമൊക്കെ അനുഭവപ്പെടും. ഉള്ളിൽ കിടക്കുന്ന ജീവൻ വിശപ്പും ദാഹമൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയാൽ ശരീരത്തിന്റെ വേദന അനുഭവപ്പെടും. ചൊറിയാനും കൂടി പറ്റില്ലേ അവിടെ കിടന്നിട്ടേ, ചലനമൊക്കെ കൂടും. അപ്പോഴാണ് നമ്മളൊരു സംസ്കാരമുണ്ട്, സീമന്തം. എന്താ സീമന്തം എന്ന് പറഞ്ഞാല്? അതിർത്തി തിരിക്കുക, ഇങ്ങോട്ട് കൊണ്ടുവരിക. പണ്ട് ഈ നമ്പൂരാരൊക്കെ ആ സമയത്ത് ഒരു മുറവായന പതിവുണ്ട് അല്ലേ? ഭാഗവതം ഒന്ന് വായിച്ച് കേൾപ്പിക്കും ഗർഭിണി, എന്നുവെച്ചാൽ ആ കുട്ടി നേരെ ആവട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സീമന്തം അങ്ങോട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ബുദ്ധി ഇതൊക്കെ വന്നു, സങ്കടം ഒരുപാട്. എന്നിട്ട് അവിടെ ഒരു കരച്ചില. സത്യോപതന്നമവിതും നിജയിച്ചയാത്തലീലാതനോ തദനുരൂപ. എന്താ പറയണം? ഭഗവാനെ, ഞാൻ എന്താ അങ്ങോട്ട് പാദങ്ങളെ ശരണം പ്രാപിക്കണു. ഈ ദുർജനങ്ങൾക്ക് കൊടുക്കുന്ന ഗർഭപാതമാകുന്ന നരകം എനിക്ക് എങ്ങനെ വന്ന ഒരു അയപ്പ, എങ്ങനെയെങ്കിലും എന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പുറത്തെത്തിക്കണേ. ഇത് നല്ലൊരു കൂടാണ്. ഒരു 3 മാസം ബോധത്തോടു കൂടി ഇതിൻ്റെ ഉള്ളിൽ കഴിച്ചുവിട്ടുക പറഞ്ഞാലേ ഉമ്മർത്ത് പിടിച്ച് ഇരുത്തിയാലും കൂടി നമുക്ക് പറ്റുന്നില്ല.
ഇവിടെ ഇരുന്നാൽ തന്നെ 10:15 നിർത്തിയിട്ടില്ല, ചിലർ തന്നെ പൊക്കോളും ഇല്ലേ, പൊരുത്തിയിരിക്കാൻ പറ്റില്ല. അപ്പൊ 3 മാസം ഇതിൻ്റെ ഉള്ളില് ആ ഇടുങ്ങിയ സ്ഥലത്ത് നമ്മുടെ മലമൂത്രങ്ങളുടെ നടുവില് ആ ജഡരാത്രിയുടെ ചൂടില് അതിലങ്ങനെ ഇരിക്കുമ്പോഴുള്ള കഷ്ടങ്ങള് ഒട്ടുപാടാണ് വർണ്ണിക്കും. എന്നിട്ട് ജന്തു സ്തുതിക്കും, ഭഗവാനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെത്തിക്കണേ, പുറത്തെത്തിയ ഞാൻ അങ്ങേ പഠിച്ച് അടുത്ത ജന്മം കൊണ്ട് നേരെയിക്കോളാം. അപ്പൊ തന്നെ പറയത്ര വേണ്ടാട്ടോ, എന്തേ അവിടെ എത്തിയ ഒരുത്തി എന്നെ പിടിക്കാൻ കാത്തിരിക്കണ്ടെന്ന്. ആര്? മായ. ആ മായയിൽ ഞാൻ വന്ന് പെടും, വീണ്ടും അങ്ങേ മറക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോ അങ്ങേ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങനെ തുതിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പ്രസവം. അതാണ് യുവതി ജഡരകിന്നോ. ഈ സ്തുതി മുഴുവൻ ആ ഒറ്റ വാക്കിലാണ് കഴിച്ചു പോയത്. ഒരധ്യായം യുവതി ജഡരകിന്നോ. എത്ര ജ്ഞാനപീഠം കൊടുക്കണം മേപ്പത്തൂരിനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 6-2 8 അക്ഷരത്തില് ഭാഗവതത്തിലെ ഒരധ്യായം മുഴുവൻ ഈ ഗർഭോപനിഷത്തിന്റെ തത്വം മുഴുവൻ അങ്ങോട്ട് ഒതുക്കിയിരിക്കുക. യുവതി ജഡരകിന്നോ. ആ ഗർഭത്തിൽ അങ്ങനെ കിടന്ന് ദുഃഖിക്കുന്ന ജീവൻ പുറത്തെത്തിയാലോ പറഞ്ഞ മാതിരി കഷ്ടം അല്ലേ? എന്താ ഇവിടെ വന്നാൽ പിന്നൊരു വയസ്സും സംസാരിക്കാറാവോളെ ഇരട്ടി കുഴപ്പം. ഭാഗവത്തിൽ അതിനെ നല്ലോണം വർണ്ണിക്കും. ഇവിടെ വന്നാൽ കുട്ടി കരഞ്ഞ അമ്മ വിചാരിക്കഴിഞ്ഞെന്തോ വയറുവേദനയാണോ അപ്പടുത്ത ആശുപത്രിക്ക് ഓടുകയും അത് വിശന്നിട്ടാവും കരയുന്നത്. ആശുപത്രിയിൽ പോയി അയാളുടെ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു സസ്പെൻഷനും ഡിസ്മിസലും ഒക്കെ കൊടുക്കും അല്ലേ? അപ്പൊ എവിടെയും DCH മരുന്ന് കുട്ടിക്ക് എന്തുണ്ടായാലും അപ്പോൾ ഓടും. പണ്ട് വല്ല അരിയാറ് കഷായോ അതുപോലെ തന്നെ ചില ഗുളികകളൊക്കെ ഉണ്ട്. എന്താ കൊമ്പൻ ജാതിയോ അങ്ങനെ വല്ല ഗുളികയൊക്കെ കൊടുത്തിട്ടാ കുട്ടികളെ ചികിത്സിക്കുക. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല, അപ്പം കൊണ്ടുപോയി അല്ലേ? എന്നിട്ട് അവിടെ ഡിസ്മിസലും സസ്പെൻഷനും അതൊക്കെയാണ് ആദ്യം വരിക. എന്താ വെച്ചാൽ അതും തൂക്കി എഴുതി. അങ്ങനെ കുട്ടിക്കാലത്ത് ഉറക്കം വരാത്ത കുട്ടിയെ പിടിച്ച് ഉറക്കും അല്ലേ? കണ്ടിട്ടില്ലേ? ഇടയ്ക്ക് അമ്മയെ ഏൽപ്പിക്കും, അമ്മയെ അതിനെ ഒന്ന് പിടിച്ച് തൂക്കിലിടുക, അത് സ്വീരം തന്നെ. അത് കളിക്കാനാണ്. അപ്പഴാ അതിനെ പിടിച്ച് തൂക്കിലിട്ടിട്ട് ഉറങ്ങടാ, ചന്തിക്കുന്നുള്ളിട്ടാ ഉറക്കല് അല്ലേ? ഉറങ്ങടാന്ന് പറഞ്ഞിട്ട്. നീ ഉറക്കം വരുന്ന കുട്ടിയോ മകള് പറയും, അമ്മ ഇപ്പൊ ഉറക്കണ്ടാട്ടോ, രാത്രി സ്വൈര്യം തരികയാണ്. അതിനെ പിടിച്ച് കളിപ്പിക്കും. അപ്പൊ ആ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒന്ന് പറയാറാവോളാം ഇങ്ങനത്തെ വിഷം